മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി ഇതാ മിഴി തുറക്കുന്നു. അഭയ് ഐ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, പെരിന്തൽമണ്ണ. ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാം ആണ്ട് നേർച്ചയ്ക്ക് ജനുവരി 15-ന് തുടക്കമാകും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ദക്ഷിണ മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയയുടെ ആണ്ടുനേർച്ചയ്ക്ക് ജനുവരി 15-ന് തുടക്കമാകും. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അലി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കും. 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് ഇതോടെ തുടക്കം കുറിക്കും. ഒടമല മഹല്ല് മുദരിസ് ഷെരീഫ് ഫൈസി കാരക്കാട് അധ്യക്ഷത വഹിക്കും. നേർച്ചയോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി നടക്കുന്ന മതപ്രഭാഷണ സദസ്സിൽ ജനുവരി 16-ന് ചൊവ്വാഴ്ച നൌഷാദ് ബാക്കവി ചിറയിൻകീഴും ജനുവരി 17 ബുധനാഴ്ച അൻവർ മുഹൈദ്ദീൻ ഉദവി ആലുവയും പ്രഭാഷണം നടത്തും. മെയ് 2-ാം വാരത്തിൽ മതപ്രഭാഷണം, പ്രാർത്ഥനാ സമ്മേളനം, മൗലിദ് പാരായണം, തുടർന്ന് ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുകയെന്ന് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മഹാനായ ഷെയ്ഖ് ഫരീദ് ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഈ വർഷത്തെ ആണ്ട് നേർച്ചയ്ക്ക് വരുന്ന 15, 16, 17 തീയതികളിലായിട്ട് ഔദ്യോഗികമായി സമാരംഭം കുറിക്കുകയാണ്. ബഹുമാന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരുന്ന 15-ാം തീയതി തിങ്കളാഴ്ച കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കലോടുകൂടെ ഔദ്യോഗികമായി മക്കാം നേർച്ചയ്ക്ക് സമാരംഭം കുറിക്കുകയാണ്. 16-ാം തീയതി രാത്രി കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകൻ നൌഷാദ് ബാക്കവി ചിറയിൻകീഴ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. 17-ാം തീയതി ബഹുമാന്യരായ അൻവർ മുഹീദ്ദീൻ ഉദവിയുടെയും മതപ്രഭാഷണ സദസ്സുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ മൗലിദുമായിട്ടും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങളുമായി വിപുലമായ 4 മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയാണ് മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്.